സമുദ്രവസനേ ദേവി പർവതസ്തനമണ്ഡിതേ വിഷ്ണുപത്നീ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രവസനെ, സമുദ്രത്തെ വസനങ്ങളായി ആടകളായി വസ്ത്രങ്ങളായി ധരിച്ചവളി, പർവ്വതങ്ങളെ സ്തനതുല്യങ്ങളായി ധരിച്ചവളി, നാരായണൻ്റെ പ്രിയപ്പെട്ടവളായ പ്രാണവല്ലഭേ, അടിയൻ്റെ പാദങ്ങൾ അമ്മയുടെ വിരിമാറിലേക്ക് വെക്കുകയാണ്. അടിയനോട് കൃപയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. നമസ്തേ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളായി മാറണം, ഈശ്വര വിശ്വാസത്തിൻ്റെ നിറകുടങ്ങളായി മാറണം. സർവത്തിനും കാരണഭൂതനായ സർവേശ്വരനെ സദാ സ്മരിക്കുന്നവരാകണം. അതിലൂടെ താൻ അനാഥയല്ല, സനാതനാണ്, സനാഥയാണ്, സർവേശ്വരൻ സർവദാ തൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം എത്തണം. പിന്നെയോ അവരുടെ ഓരോ ചുവടുവെപ്പും ദൃഢതയുള്ളതാകണം. അതർച്ചയോ തളർച്ചയോ തെന്നലോ വീഴ്ചയോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ജീവിതയാത്രയെ ഉറച്ച കാൽവെപ്പുകളോടുകൂടി അവർക്ക് മറികടക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ തന്നെ അതിനുള്ള പ്രാരംഭ പ്രവർത്തനം ആരംഭിക്കണം. എൻ്റെ ജീവിതം വിശിഷ്യ ഇന്നത്തെ ദിനം ഐശ്വര്യകരമായി മാറണമെങ്കിൽ, വിജയപ്രദമായി മാറണമെങ്കിൽ, എനിക്ക് സർവ്വവിധമായ വിജയങ്ങളെ കരഗതമാക്കണമെങ്കിൽ, നേടണമെങ്കിൽ എൻ്റെ കാൽവെപ്പുകൾ കുറ്റമറ്റ രീതിയിലുള്ളതാകണം. അങ്ങനെ ആകണമെങ്കിൽ ഞാൻ കാലെടുത്ത് വെക്കുന്നതും എൻ്റെ എല്ലാവിധമായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പ്രകടിപ്പിക്കുന്നതായ ഈ ഭൂമിദേവിയെ ഞാൻ സ്മരിക്കണം. കട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു. പിന്നെയോ കട്ടിൽ നിന്ന് കാലെടുത്ത് താഴേക്ക് വെക്കുന്നതിന് മുമ്പായി ഈ ഭൂമിയെപ്പറ്റി സ്മരിക്കണം. കാരണം എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും ഉള്ളതെല്ലാം തരുന്നത് ഈ വിശ്വപ്രകൃതിയാണ്, ഭൂമിദേവിയാണ്. ആ സർവീശ്വരനായ നാരായണൻ്റെ പത്നിയായ മഹേശ്വരിയാണ്. അമ്മ ഇതൊന്നും എനിക്ക് അറിഞ്ഞു തന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം തന്നെ പാഴായിപ്പോയേനെ. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് സാധിക്കുവാൻ കഴിയുന്നത് ഈ ഭൂമിദേവിയുടെ കൃപാകടാക്ഷം കൊണ്ടാണ്. എന്നാൽ പലപ്പോഴും അമ്മയുടെ വിലയും മഹിമയും അറിയാതെ പല രീതിയിലുള്ള അധർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നു. അളവറ്റ രീതിയിൽ ഭൂമിയെ വേദനിപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ പല രീതിയിലുള്ള അവിവേകങ്ങൾ ചെയ്യുമ്പോഴും ഒരമ്മ എപ്രകാരമാണോ തൻ്റെ കുഞ്ഞിൻ്റെ തെറ്റുകളെ ഹൃദയപൂർവ്വം ക്ഷമാപൂർവ്വം ക്ഷമിക്കുന്നത്, അപ്രകാരം മനുഷ്യൻ ചെയ്യുന്ന സർവ്വവിധമായ അഹന്തയെയും അജ്ഞാനത്തെയും സർവ്വതാ ക്ഷമിച്ചുകൊണ്ട് സർവ്വത രക്ഷിക്കുവാനായി പ്രയത്നിക്കുന്നവളായ അല്ലയോ ഭൂമിദേവി, അമ്മയ്ക്കിതാ അടിയൻ്റെ ശതകോടി പ്രണാമം. അടിയൻ്റെ പാദങ്ങൾ അമ്മയുടെ മാറിടത്തിലേക്ക് വെക്കുകയാണ്. അമ്മയ്ക്ക് അടിയനോട് കോപമോ ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും തോന്നരുത്. പിഞ്ചു പൈതലിൻ്റെ പാദങ്ങൾ എന്ന രീതിയിൽ സർവേശ്വരി അടിയൻ്റെ പാദത്തെ സ്വീകരിച്ച് നേരായ മാർഗത്തിലേക്ക് ഉറച്ച കാൽവെപ്പുകളോടുകൂടി മുന്നേറുവാൻ അവിടുത്തെ കൃപ എനിക്ക് നൽകണം. അതുകൊണ്ട് ഹേ വിശ്വജനനി സർവേശ്വരി നാരായണ വല്ലഭേ, അമ്മയെ ഞാനിതാ ഭക്തിപൂർവ്വം സ്മരിക്കുന്നു. അവിടുത്തെ കൃപാകടാക്ഷം എനിക്കുണ്ടാകണം. കാരണം എനിക്ക് ആവശ്യമുള്ളത് മുഴുവൻ തരുന്നത്, സ്വത്തും സമ്പത്തും പോലും എനിക്ക് നേടാൻ കഴിയുന്നത്, ഇനിയും സ്വത്തും സമ്പത്തും ഉണ്ടെങ്കിലും ഉണ്ണാനും ഉടുക്കുവാനും എല്ലാം സർവവും നൽകുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അല്ലയോ ജഗദമ്പേ, അടിയനിതാ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. സമുദ്രവസനേ ദേവി പർവതസ്തനമണ്ഡിതേ വിഷ്ണുപത്നീ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രവസനെ, സമുദ്രത്തെ വസനങ്ങളായി ആടകളായി വസ്ത്രങ്ങളായി ധരിച്ചവളി, പർവ്വതങ്ങളെ സ്തനതുല്യങ്ങളായി ധരിച്ചവളി, നാരായണൻ്റെ പ്രിയപ്പെട്ടവളായ പ്രാണവല്ലഭേ, അടിയൻ്റെ പാദങ്ങൾ അമ്മയുടെ വിരിമാറിലേക്ക് വെക്കുകയാണ്. അടിയനോട് കൃപയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. അടിയൻ്റെ പാദത്തെ സർവദാ നേരായ മാർഗത്തിലേക്ക് എത്തിക്കുവാൻ അവിടുത്തെ കൃപാകടാക്ഷം അനവരതം അടിയനിലേക്ക് എത്തണമേ. അതിനായി ഇതാ ഈ ഉള്ളവൻ സർവേശ്വരിയായ ഭഗവതി അമ്മയെ ഇതാ ഭക്തിയാദരപൂർവം സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കട്ടിലിൽ നിന്ന് അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് പാദമെടുത്ത് ഭൂമിയിലേക്ക് വെക്കുക. ഇപ്രകാരം ചെയ്താൽ ഭൂമിയെ നമ്മൾ സ്മരിക്കുന്നു, അതിനുമപ്പുറം ഈശ്വരനെ സ്മരിക്കുന്നു. ആലസ്യത്തിൽ നിന്നും ഉറക്കച്ചടവിൽ നിന്നും ഉയരുവാനും ഉത്തമമായ തലത്തിലേക്ക് എത്തുവാനും ഒരു പരിധി വരെയെങ്കിലും അത് ഉപകാരപ്രദം തന്നെ ആയിരിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം.